ഓവർ തിങ്കിങ് ഹിയർ ഈസ് ദ ഫിക്സ് ഇൻ 5 minutes. അധികം ഒന്നും ചിന്തിക്കേണ്ടെന്നേ. കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി. ചിലപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും സിൻസിയറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതൊന്നും വർക്കാവുന്നില്ലല്ലോ. ഇങ്ങനെ കാട് കയറി ചിന്തിക്കുമല്ലേ. എന്നാൽ അതിലെന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമോ? ഇല്ല. ഈ ഓവർ തിങ്ക് ചെയ്ത് ടൈം പോവാന്നല്ലാണ്ട് ഒരു സൊല്യൂഷനും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറില്ല. സോ ഹൗ ടു കൺട്രോൾ ഓവർ തിങ്കിങ് ഹാബിറ്റായി മാറാണ്. ഓവർ തിങ്ക് ചെയ്ത് അതൊരു ഹാബിറ്റായിട്ട് മാറാണ്. അപ്പോൾ അങ്ങനെ ഹാബിറ്റായിട്ട് മാറുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും നടക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കി വെറുതെ ടൈം ഇങ്ങനെ കളയും, അല്ലേ? എന്തുകൊണ്ടാണ് ചില ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നത്? കൂടുതൽ അവരുടെ കയ്യിൽ സമയമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളത് കൊണ്ടാണോ? അതുമല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക എന്ന് പറയില്ലേ, വെറുതെ ചിന്തിക്കുന്നു, വെറുതെ കരയുന്നു, വെറുതെ ചിരിക്കുന്നു, അങ്ങനത്തെ ടൈപ്പ് ആളുകളാണോ? അല്ല, ഇതൊന്നല്ല കാര്യം. ഇതിന് പിന്നിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാരണങ്ങളുണ്ട്. വൈ പീപ്പിൾ ഓവർ തിങ്ക്. അപ്പോൾ നമ്മൾ ആ ഓവർ തിങ്കിങ് ഹാബിറ്റിന് ഒരു നെയിം കൊടുക്കാം. ജസ്റ്റ് നെയിം ഇറ്റ്. എന്താണ് ആ കാരണം എന്നുള്ളത് ഒരു ഒരു ഐഡിയ കൊടുക്കണം. നമ്മളാണ് ഓവർ തിങ്കർ എന്ന് വെച്ചാൽ നമ്മൾ പറയണം, ഓക്കെ, ഈ ഒരു കാര്യമാണ് എനിക്ക് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നത് ഞാൻ. പിന്നെ സെറ്റ് എ ടൈമർ. ഗിവ് യുവർ സെൽഫ് 10 to 15 minutes ടു തിങ്ക്, ദെൻ മൂവ് ഓൺ. അങ്ങനെ ചെയ്യാം. ലൈക്ക് നമ്മൾ ഈ ഒരു കാര്യം എത്ര നേരം ചിന്തിക്കും എന്നുള്ളത് നമ്മൾ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നാണ്ട് മൂവ് ചെയ്യാം. പിന്നെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. എന്തിനാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത്? എന്താണ് റീസൺ? അവർ എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് പോവും എന്നുള്ളൊരു ധാരണ കൊണ്ടാണോ അവരെന്നോട് ഇങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരെന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചിന്തിക്കുന്നതാണോ? അല്ലെങ്കിൽ ചില കാര്യങ്ങളില്ലേ, നമ്മൾ കുറേ ശ്രമിച്ചിട്ട് നമുക്കൊന്നും നടക്കില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരില്ലേ. അപ്പം ജസ്റ്റ് പോസ് ഇറ്റ്. എന്താണ് ഇപ്പോൾ വറി ചെയ്യണത്? വാട്ട് കോസസ് യു ടു തിങ്ക് മോർ? കുറച്ചധികം ചിന്തിക്കാൻ. ഇപ്പം എന്താ കാരണം ഉണ്ടായത്? ചിലർ ചോദിക്കില്ല, ഇപ്പം എന്താ കാരണം ഉണ്ടായി ഇങ്ങനെ ചിന്തിക്കാനെന്ന്. അത് ലൈക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനിയിപ്പോൾ ഫിയർ ആണോ? ചില സമയത്ത് പേടി ഉണ്ടാവും. ഹൗ ഇറ്റ് ഹാപ്പൻസ്? എങ്ങനെ ഇത് ഉണ്ടാവുന്നു? ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ ഒരു 100 പ്രാവശ്യം ചോദിക്കും, ലൈക്ക് എന്താണ് ഇങ്ങനെ ഉണ്ടായത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓവർ തിങ്കിങ് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാവാട്ടാ. സംതിങ് ഹാപ്പൻ ബിഫോർ ആൻഡ് യുവർ ബ്രെയിൻ കീപ്സ് റീപ്ലേയിങ്. ലൈക്ക് നമ്മൾ പറയില്ലേ, സ്ക്രാച്ച് ഓൾഡ് റെക്കോർഡൊക്കെ എടുത്തിട്ട് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതേ സ്വഭാവം ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ കാണിച്ചു തന്നിരിക്കും. ചിലപ്പോൾ അൺസർട്ടനിറ്റി. വെൻ തിങ്സ് ആർ ഇൻ ക്ലിയർ യുവർ മൈൻഡ് ട്രൈസ് ടു പ്രെഡിക്റ്റ് എവറി പോസിബിൾ ഔട്ട്കം. ചില സമയത്ത് അൺസർട്ടനിറ്റിയാണ്, ഒന്നും നമുക്ക് ധാരണ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും സംതിങ് അൺസർട്ടൈൻ, ഇതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല, ഇരുട്ടിൽ തപ്പുന്ന പോലെയാണല്ലോ എല്ലാം, ഒന്നും ശരിയാവണില്ല. അപ്പോൾ ബ്രെയിൻ ഒരു 100 കാരണങ്ങൾ നിരത്തും. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ അൺസർട്ടൈൻ ആണ്, എന്താ ഇനിയിപ്പോൾ ചെയ്യുക, എന്താ ചെയ്യാൻ പോണ് എന്നുള്ള 100 കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു കാര്യത്തിൻ്റെ ചുറ്റും പരതി കൊണ്ടിരിക്കും. പിന്നെ വേറെ 4ാമത്തെ കാര്യം ഓവർ തിങ്കിങ്ങിന് പെർഫെക്ഷനിസം. ഇഫ് യു ആർ ഓൾവേസ് ചേസിങ് ദ പെർഫെക്റ്റ് ഓർ ലൈക്ക് പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു കാര്യം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ആ പെർഫെക്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ റിസൾട്ട് കിട്ടുന്നവരെ ചെയ്തുകൊണ്ടേയിരിക്കും. ചില കാര്യങ്ങളിൽ കുറച്ച് പെർഫെക്ഷനിസം കുറഞ്ഞാലും ചിലത് അങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതി എന്നുണ്ടാവും. പക്ഷെ ബ്രെയിൻ യൂഷ്വലി അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് യൂഷ്വലി വോണ്ട് ദ പെർഫെക്റ്റ് തിങ്. പിന്നെ സ്ട്രെസ് ഓവർലോഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പൈലപ്പ് ചെയ്യുന്നു. സ്കൂളിലെ കാര്യങ്ങളാകട്ടെ, കുട്ടികളുടെ കാര്യങ്ങൾ, എക്സ്പെക്റ്റേഷൻസ്, മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യേണ്ടത്, വർക്കിലെ കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ആൻഡ് യുവർ ബ്രെയിൻ റൺസ് ഇൻ ഓവർ ഡ്രൈവ്, ഓവർ അനലൈസിങ് എവറിഥിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വറി ചെയ്യുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് നമ്മളെ കയറി റൂൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് സൊല്യൂഷൻ വേണമല്ലോ. ഇതിൻ്റെയൊക്കെ കോസസ് കിട്ടി അല്ലേ.
ചിലപ്പോൾ ഇതൊരു കാര്യമുണ്ട് കേട്ടോ, ചെറുപ്പത്തിലെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ എന്താണ് ട്രിഗർ ചെയ്യണമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഒരുവിധം പ്രായമായി കഴിഞ്ഞ് നമ്മളതിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ. അതിൻ്റെ കൺട്രോൾ ചെയ്യണതിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ക്യാച്ച് ഇറ്റ് ഏർലി. നമുക്കിപ്പോൾ റിയൽ ആയിട്ടുള്ള ഡീൽസൊക്കെ ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം, ഞാനൊരു ഓവർ തിങ്കർ ആണല്ലോ, ഇതെനിക്ക് ഈ സ്വഭാവം ഇപ്പം മാറ്റണം എന്നുള്ളത്. ദ മൊമെൻറ്റ് യു നോട്ടീസ് യുവർ സെൽഫ്, നമ്മൾ ഞാനിത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെയിം ഇറ്റ് ആൻഡ് ബ്രേക്ക് ദ ലൂപ്പ്. അവിടെ വെച്ച് ആ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക. സെറ്റ് തിങ്കിങ് വിൻഡോ. ഒരു 10 മിനിറ്റ് നമ്മൾ നോക്കിയിട്ട് ഇതുകൊണ്ടൊന്നും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അതവിടെ പൊക്കോട്ടെ. ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലെങ്കിൽ അത് പൊക്കോട്ടെ, മൈൻഡിൽ നിന്ന് പൊക്കോട്ടെ. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇനി മൈൻഡിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ, ഈ 10 മിനിറ്റ് ചിന്തിച്ചിട്ട് മൈൻഡിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ, റൈറ്റ് ഇറ്റ് ഡൗൺ. Dump all your thoughts on a paper. Seeing them outside your head makes them smaller and more manageable. നമ്മൾ എഴുതിയിട്ട് കീറിക്കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റുക വെച്ചാൽ ചെയ്യുക. ഡു സംതിങ് ഫിസിക്കൽ. ഇവിടെ നിന്നും കൊണ്ടൊന്നും തീരുന്നില്ലെങ്കിൽ, ഓവർ തിങ്കിങ് ഹാബിറ്റ് ഇവിടെ നിന്നും ഒന്നും മാറുന്നില്ലെങ്കിൽ, ഡു സംതിങ് ഫിസിക്കൽ. വാക്ക്, ജോഗ്, സ്ട്രെച്ച്. സംടൈംസ് ഡാൻസ് വുഡ് ഹെൽപ്പ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് നന്നായി ഡാൻസ് ചെയ്യുക. അപ്പോൾ ഈ ഓവർ തിങ്കിങ് പെട്ടെന്ന് മാറിക്കിട്ടും. അവരെന്നെക്കുറിച്ച് അത് ചിന്തിച്ച് അങ്ങനെയുള്ള ചിന്തകളില്ലേ എല്ലാം മാറിക്കിട്ടും. ഫോക്കസ് ഓൺ ആക്ഷൻ, നോട്ട് സ്പെക്കുലേഷൻ. പിക്ക് വൺ തിങ് യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ് നൗ. ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ലേ, അതെടുക്കുക. ഓവർ തിങ്കിങ് ഹാപ്പൻസ് വെൻ യു ഒബ്സസ് ഓവർ സ്റ്റഫ് യു കാൺ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഓവർ തിങ്കിങ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം ചെയ്ത് തീർക്കണം എന്നാൽ നമ്മൾ തന്നെ ഒരു വിൻഡോ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കാം. മൈൻഡ് ഫുൾനെസ് ഓർ ബ്രീത്തിങ്. ഒരു ബ്രീത്തിങ് പാറ്റേൺ കൺട്രോൾ വരുത്തുക. ഈവൻ 2-3 minutes ഓഫ് സ്ലോ ബ്രീത്ത്സ് ഓർ പേയിങ് അറ്റൻഷൻ ടു യുവർ സെൻസസ് ക്യാൻ പുൾ യു ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഒന്ന് മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഒരു മൈൻഡ്ഫുള്ളായിട്ട് തന്നെ. എനിക്ക് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് കീവേഡ് കേൾക്കുന്നതിന് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി കേൾക്കുന്നത് ഒരു ആയുർവേദ ഡോക്ടറുടെ നിന്ന്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ലിമിറ്റ് ട്രിഗേഴ്സ്, സോഷ്യൽ മീഡിയ, കോൺസ്റ്റൻറ്റ് മെസ്സേജിങ്, എൻഡ്ലെസ് സ്ക്രോളിങ്, ഓഫൻ ഇതൊക്കെ ഓവർ തിങ്കിങ്ങിനെ ഈ ഒരു കാലഘട്ടത്തിൽ റൂൾ ചെയ്യുന്ന കാര്യമാണ്. സ്റ്റെപ്പ് ബാക്ക് സംടൈംസ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വിഷമം തോന്നുന്നത് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ആ മെസ്സേജ് അവിടെ കെടുക്കുകയാണ്, അത് അയാൾ ടച്ച് ചെയ്യുന്ന പോലില്ല. പിന്നെയും നമ്മൾ മെസ്സേജ് അയക്കുന്നു, അതവിടെ കെടുക്കുന്നു, ബ്ലൂ ടിക്ക് കാണുന്നുണ്ട്, റിപ്ലൈ വരുന്നില്ല. സോ ഇതൊക്കെ എനിക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ പറ്റി ചിന്തിക്കാറില്ല. ഇങ്ങനെ എന്നെ പോലെ ഇതൊക്കെ കണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടാ. ടോക്ക് ഇറ്റ് ഔട്ട്. ഷെയർ യുവർ തോട്ട്സ് വിത്ത് സം വൺ യു ട്രസ്റ്റ്. നമ്മളെ കേൾക്കാത്ത ആളുകൾ ഒരു സൈഡിലുണ്ടെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ മറ്റു സൈഡിൽ, എന്തായാലും ഉണ്ടാവും. സോ യു ക്യാൻ ഷെയർ യുവർ തോട്ട്സ് വിത്ത് സം വൺ യു ട്രസ്റ്റ്. ജസ്റ്റ് സ്പീക്കിംഗ് ദം ക്യാൻ ഡിഫ്ലേറ്റ് യുവർ മെൻ്റൽ നമ്മുടെ മെൻ്റൽ ബലൂൺ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ വീർത്ത് വരല്ലേ. അപ്പം നമ്മളെ അറിയണ ആൾക്കാരുടെ അടുത്ത്, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ അടുത്ത് കുറച്ച് വർത്തമാനം പറഞ്ഞെങ്കിലും ഞാനിതിലൊക്കെ ഓവർ തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാനുള്ള ക്വിക്ക് ഫിക്സസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഓവർ തിങ്കിങ് എൻ്റെ ലൈഫിൽ വന്നിട്ട് ഇതൊക്കെ ചിലപ്പോൾ ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചില ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ആഡഡ് ആവാണ്ടിരിക്കാം, ചില ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിൽ ആഡഡ് ആവാണ്ടിരിക്കാം. അപ്പോൾ അതുമ്മ കിടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് ഞാൻ ആഡായില്ല, ഞാൻ എല്ലാവരുടെയും പോലെയാണല്ലോ, എന്നിട്ട് അവരെന്തുകൊണ്ട് എന്നെ എൻട്രി ചെയ്യില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്തുനിന്ന് നമ്മളെ പുറത്താക്കിയിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് എൻട്രി കിട്ടിയില്ല എന്നിരിക്കാം. സോ വൈ മീ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് ഓവർ തിങ്ക് ചെയ്ത് എൻ്റെ സെൽഫ് എസ്റ്റീം കളയാന്നല്ലാണ്ട് വേറെ ഒരു കാര്യം ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല, ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാം. ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇടയിൽ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കുറേ അധികം ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് വെച്ച് ഞാൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമാണ്. അത്രയും എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ ഇത് 4ാമത്തെ വർഷമായി, 3 വർഷം കഴിഞ്ഞിട്ട് ഒരു ചെറിയ കാര്യം വലുതായി ചിന്തിച്ച് കൂട്ടി ഇടയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലും അറിഞ്ഞു എന്നറിയില്ല. പക്ഷെ അതിൽ നിന്നും പഠിക്കാം. ഇതൊരു ഓവർ തിങ്കിങ്ങിൻ്റെ റിസൾട്ടായിരുന്നു അത്, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്.
എന്നെ ഇഷ്ടമില്ല എന്ന് ഞാൻ കരുതി അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പല നല്ല കാര്യങ്ങളും ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ട് ജിത എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, ജിത നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ രണ്ടാളപ്പുറത്തുണ്ടല്ലോ. ഒരു മൂന്നാൾക്ക് നമ്മളെ ദേഷ്യമായാലും, അല്ലെങ്കിൽ മൂന്നാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടാൾക്കല്ലേ ദേഷ്യമുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഒരാൾ കണ്ടുള്ള വെച്ചാൽ ഒരാൾ മതി, രണ്ടാൾ കണ്ടുള്ള വെച്ചാൽ അത് മതി. അങ്ങനെ ആ ഓവർ തിങ്കിങ് ഹാബിറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ പെർട്ടിക്കുലർലി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ടു ഓൾ ദ ഓവർ തിങ്കേഴ്സ് ഓൾ അറൗണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ. നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു തോട്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും വീഡിയോ ഇതുപോലെ സിമിലറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടൻറ്റ് വേണ്ടത് എന്ന് എന്നോട് പറയാം. താങ്ക് യു സോ മച്ച്.